കാതോർത്ത സംഗീത നിശ, പുരസ്കാരങ്ങളുടെയും ഗ്ലാമറിന്റെയും നെറുകയിൽ നിൽക്കുന്ന ഗ്രാമി അവാർഡ് വേദി. പക്ഷെ ഇത്തവണ ഗ്രാമി ശ്രദ്ധിക്കപ്പെട്ടത് സംഗീതത്തിന്റെ പേരിലല്ല, മറിച്ച് ലോകത്തെ നടുക്കിയ ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ പേരിലാണ്. റെഡ് കാർപ്പറ്റിലെ വർണ്ണപ്പൊലിമയേക്കാൾ തിളക്കമുള്ളതായി മാറിയത് താരങ്ങൾ ധരിച്ച ആ ചെറിയ പിന്നുകളായിരുന്നു. അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല, പകരം അമേരിക്കൻ ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ ശക്തമായ യുദ്ധപ്രഖ്യാപനമായിരുന്നു. ലോസ് ഏഞ്ചൽസിലെ റെഡ് കാർപ്പറ്റിൽ താരങ്ങൾ ധരിച്ച ICE ഔട്ട് പിന്നുകൾ അമേരിക്കയിലെ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കെതിരെയുള്ള തുറന്ന എതിർപ്പായി മാറി. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് നടത്തുന്ന ക്രൂരമായ നാടുകടത്തലുകൾക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ഇത്. ജനുവരിയിൽ ICE ഏജന്റിന്റെ വെടിയേറ്റു മരിച്ച റെനി ഗുഡിനെ അനുസ്മരിക്കുന്ന ബി ഗുഡ് പിന്നുകളും വേദിയിൽ വികാരനിർഭരമായ ഒരു കാഴ്ചയായി. പ്രതിഷേധം കേവലം ഒരു പിന്നിൽ ഒതുങ്ങിയില്ല. പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഖെഹ്ലാനി ICEയുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചു. മോഷ്ടിച്ച ഭൂമിയിൽ ആരും നിയമവിരുദ്ധരല്ല എന്ന് വിളിച്ചു പറഞ്ഞ ബില്ലി ഐലിഷ് ആധുനിക അമേരിക്കയുടെ ചരിത്രത്തെ തന്നെ ചോദ്യം ചെയ്തു. ലാറ്റിൻ അമേരിക്കൻ സമൂഹത്തിന്റെ വേദന ബാഡ് ബണ്ണിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നപ്പോൾ ഗ്രാമിവേദി ഒരു സമരഭൂമിയായി മാറി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ICEക്ക് നൽകിയ അമിത അധികാരങ്ങൾ അമേരിക്കയിൽ വലിയ ഭീതിയാണ് വിതച്ചത്. വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും ആരാധനാലയങ്ങളിലും നടന്ന റെയ്ഡുകൾ പൗരാവകാശ ലംഘനമാണെന്ന് ലോകം വിളിച്ചു പറഞ്ഞു. കുടുംബങ്ങളെ വേർപ്പെടുത്തുന്ന ഈ നയങ്ങൾക്കെതിരെ താരങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർത്തിയപ്പോൾ അത് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായി. എന്നാൽ ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ഈ നടപടികൾ അത്യാവശ്യമാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. കുറ്റവാളികളെയും ഗുണ്ടാ സംഘങ്ങളെയുമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും സംഗീതം ഇത്തവണ രാഷ്ട്രീയത്തിന്റെ കവചമായി മാറി. ICE ഔട്ട് എന്ന ചെറിയ പിന്നുകൾ അമേരിക്കൻ രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. കല കേവലം വിനോദമല്ല, അത് അതിജീവനത്തിനായുള്ള പോരാട്ടം കൂടിയാണെന്ന് ഗ്രാമിവേദി വീണ്ടും തെളിയിക്കുകയാണ്.